പത്തനംതിട്ട അടൂരിൽ വാഹനം തടഞ്ഞുള്ള ഹർത്താലിനിടെ യാത്രക്കാർ വലഞ്ഞു. അടൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളിലേക്ക്. പത്തനംതിട്ട അടൂരിലാണ് ഹർത്താലുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നത്. പ്രതിഷേധക്കാർ രാവിലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം നടത്തിയ ഘട്ടത്തിലൊക്കെ നമുക്കിപ്പോൾ അടൂരിൽ കാണാൻ കഴിയുന്നത് മെഡിക്കൽ സ്റ്റോറുകൾ ഒഴികെയുള്ള ഭൂരിഭാഗം കടകളും അടഞ്ഞു കിടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ കടയെ അടപ്പിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ പോയിരുന്നു. പിന്നീട് KSRTC ബസ്സുകൾ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് പോലീസ് ഇടപെട്ടത്. ആ ഘട്ടത്തിൽ പോലീസുമായി ഉന്തും വാക്കേറ്റവും ഉണ്ടായി. നിലവിൽ എന്തായാലും പ്രതിഷേധക്കാരും ഇവിടെ തുടരുന്നുണ്ട്. അവർ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ഹർത്താൽ ബുദ്ധിമുട്ടാ. ഞങ്ങളിപ്പോ വന്നിറങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ ആ പത്തനംതിട്ടയ്ക്ക് വണ്ടിക്ക് ഇറങ്ങി. ബുദ്ധിമുട്ട് തന്നെ. ഇല്ല, കായംകുളത്തിന് പോവാൻ അരമണിക്കൂറായി. മെഡിക്കൽ സ്റ്റോറാണ് തുറക്കാൻ പറ്റിയില്ലേ? മെഡിക്കൽ സ്റ്റോർ തുറക്കാം. ആളുകൾ വന്നിരുന്നു. 1-2 പേര് വന്നു. എല്ലാ ആൾക്കാർ കുറവാ. കണ്ടിരുന്നു. ആൾക്കാർ കുറവാണ്. ഈ അടൂർ ഭാഗത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ഈ മെഡിക്കൽ സ്റ്റോറുകൾ മാത്രമാണ് തുറന്നിട്ടുള്ളത്. ഒപ്പം ഈ യാത്രക്കാരുടെ ഒരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. അടൂരിൽ ഭാഗികമായി ഈ കടകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഭാഗികമായി ഈ കടകൾ അടപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രതിഷേധക്കാർ ഇപ്പോഴും ഈ ബസ് സ്റ്റാൻഡിന് മുന്നിൽ തുടരുകയാണ്. KSRTC സ്റ്റാൻഡിന് മുന്നിൽ തുടരുകയാണ്. അത്തരത്തിൽ ഹർത്താൽ ഈ പ്രതിഷേധക്കാർ നിലവിൽ അടൂരിലുണ്ട്. ഹർത്താൽ ആചരണം മുന്നോട്ട് പോവുകയാണ്. സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം രാഹുൽ ജിനാഥ്, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.